ശക്തമായ മത്സരമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക്. 2015 ഒരു സീറ്റ് ഭൂരിപക്ഷത്തിൽ UDF-ഉം 2020 സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF-ഉം അധികാരത്തിലെത്തി. പാർട്ടികളിലെ തർക്കമാണ് മുന്നണികളുടെ പ്രധാന വെല്ലുവിളി. ഇത്തവണ കാസർഗോഡ് ആർക്കൊപ്പം നിൽക്കും? അടിയൊഴുക്കുകൾ എന്തൊക്കെ? ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീഖ്, ഈ 2020 കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF അധികാരത്തിലെത്തിയൊരു ചരിത്രമാണുള്ളത്. അപ്പോഴും ഈ പാർട്ടികളുടെ തർക്കം അത് മുന്നണികളെ എങ്ങനെ വെല്ലുവിളിയിലാക്കും? കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് LDF അധികാരം പിടിച്ചെടുത്തത്. അതിന് 2015 UDF-നായിരുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയായിരുന്നു. UDF-ന് വലിയ മേധാവിത്വമുള്ള ഡിവിഷനിൽ സ്വതന്ത്രനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതിന് ശേഷമാണ് ആ പിന്തുണയോടുകൂടിയാണ് LDF ഭരണം നിലനിർത്തിയത്. ഇത്തവണ ശക്തമായ മത്സരമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നേരത്തെ സ്വതന്ത്രനെ വിജയിപ്പിച്ച ഡിവിഷനിൽ ഇത്തവണ UDF തന്നെ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു ഡിവിഷൻ ഇത്തവണ കൂടിയിട്ടുണ്ട്. ആ കൂടിയ ഡിവിഷന്റെ LDF-നായിരിക്കും അതിന്റെ മേധാവിത്വം എന്ന് LDF കേന്ദ്രങ്ങളിൽ നിന്നും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഭരണം നിലനിർത്താനാവും എന്നൊരു ആത്മവിശ്വാസം LDF കേന്ദ്രങ്ങൾക്കുണ്ട്. പക്ഷെ തീർച്ചയായും ഇത്തവണ ഭരണം പിടിച്ചെടുക്കാനാവും. 2015 ഭരണം ഇത്തവണ ആവർത്തിക്കാനാവും എന്നതാണ് UDF കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ. കാരണം 3 ഡിവിഷനുകളിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. BJP സാധാരണ ജയിച്ചു വരുന്ന പുത്തിക ഡിവിഷനിൽ ഇത്തവണ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് യന്മകജ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ാണ് മത്സരിപ്പിക്കുന്നത്. സോമശേഖര മത്സരിക്കുന്നതോടുകൂടി തന്നെ ആ ഭാഗത്ത് കൂടുതൽ വോട്ട് നേടാനും വിജയിക്കാനുമാവും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ തവണ LDF വിജയിച്ചിരുന്ന 2015 UDF പിടിച്ചെടുത്തിരുന്ന പിലിക്കോട് ഡിവിഷനിലും ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആ ശക്തമായ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തിരിച്ചു പിടിക്കാനാവും എന്നൊരു ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾക്കുണ്ട്. പക്ഷേ പിലിക്കോട് LDF-ന് വലിയ മേധാവിത്വമുള്ള പ്രദേശമാണ്. LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ല എന്ന് LDF കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നു. മറ്റൊരു പ്രധാന മത്സരം നടക്കുന്ന ഡിവിഷൻ ദേലമ്പാടിയാണ്. ദേലമ്പാടി 2015 LDF-നൊപ്പമായിരുന്നെങ്കിൽ 2020 UDF പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ UDF-ന് ആ മണ്ഡലം ഡിവിഷൻ നിലനിർത്താനാവും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ പ്രതീക്ഷ ഉള്ളത് LDF കേന്ദ്രമാണ് ദേലമ്പാടി എങ്കിലും ദേലമ്പാടിയിൽ LDF-നകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. LDF-ന് വലിയ പിന്തുണ നൽകിയിരുന്ന ചില ആളുകൾ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ LDF-നോട് വലിയ അകൽച്ച പുലർത്തുന്നുണ്ട്. ആ ഒരു ഘടകം UDF-ന് അനുകൂലമാവും എന്നതാണ് ദേലമ്പാടി ഡിവിഷന്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡിവിഷനുകൾ നേടി ഇത്തവണ ഭരണം നിലനിർത്താനാവും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. 2 ഡിവിഷനുകളുടെ പിന്തുണയാണ് നേരത്തെ ഉള്ളത്. അതിൽ നേരത്തെ ജയിച്ചിരുന്ന എടനീർ ഡിവിഷൻ ഇത്തവണ